السلام عليكم ورحمة الله وبركاته. الحمد لله وكفى. الصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكرك. صدق الله العلي العظيم. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ പരിപാവനമായ ഭവനത്തിൽ ഏറെ ശ്രേഷ്ഠമായ ജുമുഅ കർമ്മത്തിന് വേണ്ടി നാം എത്തിയത് അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇങ്ങോട്ട് വന്ന ഓരോ നടത്തവും ഓരോ സെക്കൻഡുകളും ഈ പള്ളിയിൽ നിന്നതുമെല്ലാം അല്ലാഹു നന്മയുടെ ഉല്ലാസം കൂടുതൽ കനന്തോറുന്ന അമലുകളുടെ കൂട്ടത്തിൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വിടപറഞ്ഞുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസി, നാട്ടുകാർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, ഉസ്താദുമാർ, നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, റബ്ബ് എല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം റബ്ബ് തആല നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനുകളെ, ലോകത്താകമാനം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിന്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ലോകം അധാർമികതയുടെയും അരാജകത്വത്തിന്റെയും അക്രമത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്ന ഖേദകരമായ അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നു. ലോകത്ത് സമാധാനവും സ്നേഹവും ഐക്യവും നന്മയും ഉണ്ടാകുമ്പോൾ ലോകത്തൊരു പ്രബോധകന്റെ ആവശ്യമില്ല. അധാർമികതയിലൂടെ, അരാജകത്വത്തിലൂടെ, അക്രമത്തിലൂടെ, കൊള്ളയിലൂടെ ജനസമൂഹം തിന്മയിലൂടെ നടക്കുമ്പോഴാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയമിക്കാറുള്ളത്. അത്തരമൊരു കാലഘട്ടത്തിലാണ് അല്ലാഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ലോകത്തേക്ക് തന്റെ സന്ദേശങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് നന്മയിലേക്ക്, നീതിയിലേക്ക്, സമാധാനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചത്. ആ കാലഘട്ടം എന്തായിരുന്നോ അതിനേക്കാൾ അക്രമങ്ങൾ വർദ്ധിച്ച ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നത്. മദ്യപാനമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും ഇസ്ലാം കർശനമായി നിരോധിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ ഇന്ന് ലോകത്ത് നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം ഇനിയൊരു പ്രവാചകനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. പ്രബോധനം നടത്താൻ അവസാന പ്രവാചകനായി അല്ലാഹു തആല നിയോഗിച്ച അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി വരില്ല. ഇനിയൊരു പ്രവാചകനും വരില്ല. നന്മകൾ പഠിപ്പിക്കാൻ ഇനിയൊരു ഖുർആനും അവതരിക്കാനില്ല. ഇനിയൊരു വേദഗ്രന്ഥവും ഇവിടെ അവതരിക്കാനില്ല. ഇനി ഈ സമൂഹത്തിന് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെയാ? ഈ സമൂഹത്തെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എങ്ങനെയാ? അതിനുള്ള ഒരേ ഒരു മാർഗം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, അവിടുത്തെ അധ്യാപനങ്ങൾ ലോകത്തേക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മൾ അതിനു വേണ്ടി ചിലവഴിച്ചു. എത്രയോ മുത്തുനബിയുടെ സുന്നത്തുകളാണ് പറയപ്പെട്ടത്. കുട്ടികളാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിലും വേദികെട്ടിയവർ മുത്തുനബിയുടെ സുന്നത്തുകൾ പറഞ്ഞു, അവദാനങ്ങൾ പറഞ്ഞു. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുത്തുനബി തങ്ങളെ കുറിച്ച് വായിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞത് തന്നെയാണ്, വറഫഅനാ ലക ദിക്റക. അങ്ങനെ പറയുന്നത് നാം ഉയർത്തിയിരിക്കുന്നു. എല്ലാ കാലത്തും പറയണം. മുത്തുനബിയെ പറയുന്നത് എവിടെ വെച്ച് നിന്നുപോയി? മുത്തുനബിയോടുള്ള സ്നേഹം എവിടെ വെച്ച് ഉമ്മത്തിന് നഷ്ടപ്പെട്ടു? അന്ന് മുതൽ ഉമ്മത്ത് വൈദ്യച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ അധാർമികത അവരിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അന്ന് മുതൽ അവർ തിന്മയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൽ മുത്തുനബിയുള്ളവർ തെറ്റിലേക്ക് പോവുകയില്ല. അവരിൽ നിന്ന് തെറ്റായ പ്രവർത്തനങ്ങൾ വരില്ല. ലോകം ഇന്ന് അക്രമത്തിലേക്ക് വഴിമാറുമ്പോ, അരാജകത്വത്തിലേക്ക് വഴിമാറുമ്പോ ലോകത്തിന് മുത്തുനബിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ലോകമറിയട്ടെ മുത്തുനബിയെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പിറവിയെടുക്കുന്ന കാലം മക്ക. അന്ന് ആ കാലഘട്ടത്തിൽ മറ്റു മതസ്ഥർ ആരാധിച്ചിരുന്നത്, മറ്റു തിന്മകൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം നിലം പൊത്തി വീണു. അന്നൊരു പ്രകാശം വാനലോകത്ത് ഉദിച്ചു തീർന്നു. ആ പ്രകാശം ഇന്നും ഇവിടെ പ്രകാശം തൂങ്ങി നിൽക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ആ പ്രകാശമുണ്ട്. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ ജനങ്ങളിലേക്കും എത്തണം. മക്കയിൽ ഒരു പ്രവാചകൻ പിറന്നത്, ആ പ്രവാചകൻ നന്മയുടെ വാഹകനായിരുന്നു എന്നത് അറിയാത്ത ഒരു മനുഷ്യനും ഇന്ന് ലോകത്തുണ്ടാകാൻ പാടില്ല. അതിന് സോഷ്യൽ മീഡിയകളാണെങ്കിലും ലോകത്തിന്റെ മറ്റു ഉപകരണങ്ങളും ഉപയോഗങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും ആ സന്ദേശം നമ്മൾ അങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. ഇന്ന് ഇസ്ലാമിക ലോകം ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന, ദുരിതത്തിലാകുന്ന, ഹൃദയങ്ങൾ നുറുങ്ങുന്ന കാഴ്ചകൾ ഏറ്റവും പ്രയാസപ്പെടുത്തുന്നത് പട്ടിണിയാണ്. പ്രിയപ്പെട്ട ഫലസ്തീന നമ്മുടെ സഹോദരങ്ങൾ, പിഞ്ചോമന മക്കൾക്ക് കുടിക്കാൻ മുലപ്പാല് പോലുമില്ലാതെ, ഒന്നുറക്ക കരയാൻ തൊണ്ടയിൽ വെള്ളമില്ലാതെ, ഒന്ന് വിളിക്കാൻ സഹായത്തിന് ആരുമില്ലാതെ ഓരോ ദിവസവും പട്ടിണി കിടന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പിടഞ്ഞു വീണ് അവർ മരണത്തിന് കീഴടങ്ങുകയാണ്. വളരെ ദാരുണമായ സാഹചര്യം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുത്തനബിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോവുകയാണ്. ഇവരെ സഹായിക്കാൻ പ്രവാചകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പാവപ്പെട്ട സഹോദരങ്ങൾ പട്ടിണി കിടക്കില്ല. അത് തന്റെ മതമാണെന്ന് നോക്കില്ല, തന്റെ രാജ്യമാണെന്ന് ശ്രദ്ധിക്കാറില്ല. നോക്കൂ നിങ്ങൾ, മക്ക പട്ടിണിയായ ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് 6-ാം നൂറ്റാണ്ട് 6-ാം വർഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വസിക്കുന്ന കാലമാണത്. ആ കാലത്ത് മുത്തനബി തങ്ങൾ തൊട്ടടുത്തുള്ള രാജാക്കന്മാരിലൊക്കെ കത്തെഴുതി, നിങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കണമെന്ന്. യമാമയുടെ രാജാവ് സുമാമത്തിന്റെ കത്ത് വായിച്ചു. അയാൾക്ക് അരിശം വന്നു, ദേഷ്യം കൊണ്ടു. മുഹമ്മദിനെ ഞാൻ കൊല്ലുമെന്നയാൾ പ്രഖ്യാപിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ വാളെടുത്ത് തുടങ്ങി. സുമാമത്തിന്റെ കുറിച്ച് ചരിത്രം പറയുന്നത് തങ്ങളെ പരിചയപ്പെടുത്തിയതുപോലെ ചിലടത്ത് കാണാം. ധീരനായിരുന്നു. അയാൾ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അതിൽ നിന്ന് പിന്നെ പിന്മാറില്ല. അത്രത്തോളം ശക്തനായിരുന്നു സുമാമ. പക്ഷേ ആ സുമാമ യമാമയിൽ നിന്ന് പുറപ്പെട്ടു മദീനയിലേക്ക് മുത്തനബിയെ വരവേൽക്കാൻ വേണ്ടി. ഈ വിവരം സ്വഹാബത്ത് അറിഞ്ഞു. ഈ സുമാമയുടെ കയ്യിൽ മുത്തനബി അകപ്പെട്ടാൽ അവൻ കൊല്ലുമെന്ന് ഉറപ്പാ. സ്വഹാബത്ത് സുമാമ വരുന്ന വഴിയിൽ കാത്തിരുന്നു, ഒളിച്ചിരുന്നു. സുമാമ മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അവനെ പിടികൂടി. മദീനയിലെ പള്ളിയിലെ തൂണിൽ കൊണ്ടുവന്നവരെ ബന്ധിച്ചു. കെട്ടിയിട്ട് 3 ദിവസം മുത്തനബി തങ്ങൾ പള്ളിയിൽ വരും. സുമാമയോട് വിശേഷങ്ങൾ അന്വേഷിക്കും. അവർ ഭക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെടും. സ്വഹാബത്തിന് ക്ലാസ് എടുക്കും. 3 ദിവസം സുമാമ ഈ ക്ലാസുകൾ കേൾക്കുകയാണ്. മുത്തനബിയുടെ സമീപനം അവൻ തിരിച്ചറിയുകയാണ്. ആ സ്നേഹം, ആ വാത്സല്യം, ആ കരുണ, ആ ചേർത്തു പിടിക്കൽ, ശത്രുവിനെ പോലും ഭക്ഷണം കൊടുത്തു സ്വീകരിച്ചത് അവനിങ്ങനെ മനസ്സിലാക്കി. 3-ാമത്തെ ദിവസം സുമാമയെ കട്ടയിച്ചു വിട്ടു. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. സുമാമ മുത്തനബിയുടെ അടുക്കലേക്ക് വന്ന് കൊല്ലാൻ ശ്രമിച്ചില്ല. അവിടുന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് കലിമത്തു ഷഹാദ ചൊല്ലി അയാൾ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. മുസ്ലിമായിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. കഅബ തവാഫ് ചെയ്യുകയാണ്. ലബ്ബൈക് എന്ന തൗഹീദിന്റെ ആ മധുര മന്ത്രധ്വനി ഉച്ചരിച്ചുകൊണ്ട് കഅബയെ തവാഫ് ചെയ്യുമ്പോൾ ശത്രുക്കളെ അയാളെ കൊല്ലാൻ വന്നു. കാരണം മക്കയിൽ അങ്ങനെ പരസ്യമായി ആ കാലത്ത് തവാഫ് ചെയ്യാൻ ആർക്കും ധൈര്യമില്ല. മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളൊക്കെ മദീനയിലാണ്. ഇവിടെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അന്ന് മക്കയിൽ വിശ്വാസികളില്ല, കഅബ തവാഫ് ചെയ്യാനില്ല. ആ സമയത്താണ് സുമാമത്ത് ബിൻ ഉസാൽ ഉറക്കെ ലബ്ബൈക ചൊല്ലിക്കൊണ്ട് തവാഫ് ചെയ്യുന്നത്. ശത്രുക്കൾ ചാടി വീണയാളെ കൊല്ലാൻ. പക്ഷേ അതിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അത് യമാമയിലെ രാജാവാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു.
ഭക്ഷണമില്ലാതെ മരിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവർ മദീനയിലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കത്തയക്കുകയാണ്. നിങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകനായിരുന്നു, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാ, അതിനെ പ്രേരിപ്പിക്കുന്ന ആളാണ്. പക്ഷേ നിങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കി, നിങ്ങളുടെ പിതാക്കന്മാരെ ബദറിലും നിങ്ങൾ കൊലപ്പെടുത്തി, നിങ്ങളുടെ ഉപ്പമാരെയൊക്കെ നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് യമാമയിലെ രാജാവ് സുമാമ പട്ടിണി കിട്ടുകൊണ്ട് ഞങ്ങളുടെ മക്കളെയൊക്കെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സുമാമയിലേക്ക് ഒരു കത്തയക്കണം, ഞങ്ങൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി, അതിനുള്ള കരുണ കാണിക്കണമെന്ന്. ആ കത്ത് വായിച്ച മുത്തനബി തങ്ങൾ യമാമയിലെ സുമാമയിലേക്ക് കത്തയക്കുകയാണ്. മക്കക്കാരോട് ഉപരോധം അവസാനിപ്പിച്ച് അവർക്ക് ഭക്ഷണം അയക്കാൻ തന്റെ ശത്രുക്കളായിരുന്നിട്ട് പോലും മുത്തനബി തങ്ങൾ കാണിച്ചു നോക്ക്. നിങ്ങൾ ഇന്ന് പലസ്തീൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിക്കുന്നത് ഇതുപോലത്തെ ഒരാൾ, ഇതുപോലത്തെ നീതിമാനായ ആൾ ലോകത്തില്ലാതെ പോയതല്ലേ? അവരിങ്ങനെ പട്ടിണി കിടന്ന് മരിക്കാൻ കാരണമായത് നോക്ക് നിങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകം വല്ലാത്ത അവസ്ഥയാണ്. ഇത് ചരിത്രം രേഖപ്പെടുത്തും. ഈ ദാരുണമായ സംഭവം നമ്മളൊക്കെ അതിനോട് ചിലപ്പോ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നോക്ക് നിങ്ങൾ, ആ പരിശുദ്ധമായ ആ ഫലസ്തീന്റെ തൊട്ടടുത്തുകൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്. ഈജിപ്തിലൂടെ നൈൽ നദി ഒഴുകുമ്പോ ഒരു തുള്ളി വെള്ളമില്ലാതെ ഫലസ്തീന്റെ മക്കൾ മരിച്ചു വീഴുമ്പോ അത് ചരിത്രം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. നോക്ക് നിങ്ങൾ, യുഎഇയും സൗദി അറേബ്യയും കിലോമീറ്ററുകളോളം താഴേക്കുള്ള സമുദ്രക്കണക്കിന് സമുദ്രത്തോളമുള്ള എണ്ണപ്പാടുകൾ അവർക്കുണ്ടായിട്ട് പാവപ്പെട്ട ഫലസ്തീന്റെ മക്കൾ അവിടുത്തെ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കാൻ, അവിടുത്തെ ആംബുലൻസുകൾ പ്രവർത്തിക്കാൻ ഓടാൻ ആവശ്യമായ ഇന്ധനമില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തും. അവർക്ക് ഇന്ധനം കൊടുക്കാനില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തും. ഇത് കോടിക്കണക്കിന് രൂപകൾ ചിലവഴിച്ചുകൊണ്ട് നൃത്ത സംഗീത പാർട്ടികൾ തൊട്ടടുത്ത രാജ്യങ്ങൾ സംഘടിപ്പിക്കുമ്പോ ഒരു തുള്ളി വെള്ളമില്ലാതെ കഴിക്കാനും റൊട്ടിയില്ലാതെ പട്ടിണി കിടന്ന് പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചത് ചരിത്രം രേഖപ്പെടുത്തും. ഇതൊന്നും നാളെ റബ്ബ് തആല ചോദ്യം ചെയ്യാതെ ഒരാളും രക്ഷപ്പെടുകയില്ല. ഈജിപ്ത് എന്ന് പറയുന്നത് പലപ്പോഴും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേര് കൊണ്ട് വളർന്ന നാടായിരുന്നു. ആ നാട് പോലും ഇന്ന് ആ തന്റെ സഹോദരങ്ങൾ പിടഞ്ഞു വീഴുമ്പോ അതിനെതിരെ ശബ്ദിക്കാൻ വരുന്നില്ല. നോക്കു നിങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരും ഇതിന് സമാധാനം പറയേണ്ടി വരും. 50 ദശലക്ഷക്കണക്കിന് സൈന്യങ്ങളുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ. ഒരു പട്ടാളക്കാരനെ പോലും ഈ അനീതിക്കെതിരെ ശബ്ദിക്കാൻ വേണ്ടി പറഞ്ഞേക്കാതെ, ഈ വംശത്തിക്കെതിരെ ശബ്ദിക്കാൻ പറഞ്ഞേക്കാതെ, പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങാതെ മുസ്ലിം രാജാക്കന്മാർ മൗനം പാലിക്കുന്നത് ചരിത്രം രേഖപ്പെടുത്തും. ഇതൊക്കെ ഒരു ദിവസം വരാനുണ്ട്. നോക്ക് നിങ്ങൾ, അവരുടെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഈ ഇസ്രായേൽ ഉൽപ്പാദിപ്പിക്കുന്ന പെപ്സി പോലെ കൊക്കോള പോലത്തെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഈ രാജാക്കന്മാരൊക്കെ എന്തുകൊണ്ട് ഇസ്ലാമിക രാജാക്കന്മാരിൽ നിന്ന് ചോദിക്കുമ്പോഴും ഇതൊന്നും ഉപേക്ഷിക്കാതെ, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കുമ്പോൾ നമ്മളെയും ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിങ്ങളിൽ നമ്മളൊക്കെ സത്യങ്ങൾ തിരിച്ചറിയുകയും മുസ്ലിമിയുടെ അധ്യാപനങ്ങൾ ലോകത്തേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട വലിയ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് സ്നേഹത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും പാവപ്പെട്ടവരെ സഹായിക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം. അതിങ്ങനെ നമുക്ക് കഴിയണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഉസ്താദുമാർ മുഷാവറയുടെ തീരുമാനമാണ് ഈ വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും പ്രിയപ്പെട്ട ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ആശയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു